ഒരുപാട് പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിൽ കമൻസിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചേട്ടാ, കൊച്ചിയിലുള്ള ഐമാക്സിൽ എന്താണ് ഷോ ഒന്നും ഇല്ലാത്തത്? ഇത്രയും ദിവസമായിട്ട് ബുക്ക് മൈ ഷോയിൽ അവരുടെ ഷോസ് ഒന്നും കാണാനില്ല, തിയേറ്ററിൽ ലിസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത്രയും ദിവസം എനിക്കും അതിനൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. സംഭവം എന്താണെന്ന് വെച്ചാൽ അതിവിടെ മാത്രമല്ല, ബ്രോഡ്വേ സിനിമാസിലും ഷോസ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഒരു ഷോ ഒന്നും മാത്രം അവർ ഇട്ടിട്ടുള്ളൂ. അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. മുഫാസ എന്നുള്ള സിനിമ, മുഫാസ ദ ലയൺ കിങ് 3D ഐമാക്സ് ഷോ ഇതുവരെ അവരും സ്കെഡ്യൂൾ ചെയ്തിട്ടില്ല. അവിടെ വേറെ എന്തൊരു കാരണമാണ്. നമ്മളിവിടെ കൊച്ചി ഐമാക്സിനെ പറ്റി എന്തോ ഒരു എറർ വന്നു അവിടെ. അപ്പോൾ ആ എറർ സോർട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐമാക്സിൻ്റെ ടീം തന്നെ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഡിസംബർ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹോളിഡേ സീസൺ പരിപാടികളൊക്കെ ആയതുകൊണ്ടും അവർക്ക് അത് ഇന്നും നാളെയൊക്കെ ആയിട്ട് സോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ അതിന് ഏകദേശം ഒരു തീരുമാനം ഉണ്ടാവും. പിന്നെ അവരൊരു കാര്യം ഉറപ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുഫാസ ദ ലയൺ കിങ് എന്ത് കാരണവശാലും ഡിസംബർ 20 തന്നെ അവിടെ പ്ലേ ചെയ്യും. അപ്പോൾ ഇനിയും കുറച്ച് ദിവസം കൂടി കിടപ്പുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അവിടെ ഉണ്ടാവും, ഷോ എന്തായാലും ഉണ്ടാവും. പക്ഷേ ബറോസ് എന്നുള്ള സിനിമയായാലും മാർക്കോ ഇതൊന്നും DMR പ്രോസസ്സ് ചെയ്തതായിട്ട് ഒരു അറിവും അവർക്കുമില്ല, എനിക്കുമില്ല. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, മാർക്കോ ചേട്ടാ ഐമാക്സിൽ കാണാൻ പറ്റുമോ, ബറോസ് ഐമാക്സിൽ കാണാൻ പറ്റുമോ? ഒരു ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാർക്കോ എന്തായാലും ഐമാക്സിൽ ചെയ്തിട്ടില്ല. ബറോസിൻ്റെ കാര്യം ആശീർവാദ് സിനിമാസെങ്കിലും കൺഫേം ചെയ്താൽ കൊള്ളായിരുന്നു. ഒരു ഇമേജ് ഞാൻ കണ്ടായിരുന്നു, പക്ഷേ ആ ഇമേജ് ഫാൻ മെയ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഒഫീഷ്യൽ ഇമേജ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ഥലത്ത് പോലും ബറോസ് ഐമാക്സ് DMR ചെയ്തതായിട്ട് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു വീഡിയോ എടുക്കുന്ന വരെ കിട്ടിയിട്ടില്ല. ഇതിന് ശേഷം വന്നാൽ ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കാരണം ഇതാണ്, അവിടെ ഒരു ചെറിയ എററുണ്ട്. ആ എറർ കാരണം ഇത്രയും ദിവസം ഇപ്പോൾ ഐമാക്സ് ഷട്ട് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. കൊച്ചിയിൽ ഒരു ഷോസും കളിച്ചിട്ടില്ല. ആ എറർ സോർട്ട് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ഒബ്വിയസ്ലി അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഐമാക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു തിയേറ്റർ പോലെയല്ല. അവരുടെ കാലിബ്രേഷൻ ആയാലും ശരി, പല കാര്യങ്ങളും എല്ലാം ഓൺലൈൻ വഴി കാനഡയിൽ നിന്ന് അല്ലെങ്കിൽ ഐമാക്സിൻ്റെ അതാത് കറക്റ്റ് ഓഫീസിലുള്ള ആൾക്കാർ വന്നൊക്കെയാണ് ചെയ്യുന്നത്. അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഒരു രീതി മാത്രമേ കാര്യങ്ങൾ അവർ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഐമാക്സിൻ്റെ ഒരു ഓഫീസുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ നേരിട്ട് വേണം വന്ന് സോർട്ട് ചെയ്യാൻ. അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു പരിധി വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ ട്രിവാൻഡ്രത്തും ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആണ്. അവിടെ അവതാർ ഞാൻ രാവിലെ 6:30 കാണാൻ പോയപ്പോൾ അതിന് ശേഷം ഉണ്ടായിരുന്ന 2 ഷോയ്ക്ക് ചെറിയ ഇഷ്യൂ ഒക്കെ വന്നു. പിന്നെ അതിൻ്റെ ആൾക്കാർ വന്ന് സോർട്ട് ചെയ്യണവരെ ടൈമൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഇത് പൊതുവെ സംഭവിക്കാറുള്ളതാണ്. ഇത് നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച ഒരു കാര്യമല്ല. പക്ഷേ ഓൾറെഡി അവർ ട്രയൽ റണ്ണൊക്കെ ചെയ്ത് നോക്കിയാണ്, ട്രെയിലേഴ്സൊക്കെ ട്രയൽ റൺ ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇലക്ട്രോണിക് ആയിട്ടുമാണ്, പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും സംഭവിക്കുക. അപ്പോൾ ഇതൊരു പുതിയ സംഭവം കൂടി ആയതുകൊണ്ടും ഇവർ ഇത് ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നത്. സിനിപോളിസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ആദ്യത്തെ ഐമാക്സ് വിത്ത് ലേസറും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിചയക്കുറവും അവർക്ക് ഉണ്ടാവും. അത് മാത്രമല്ല അവരും ആലോചിക്കണം എന്താ, ഇപ്പോൾ നമുക്കൊരു ഇലക്ട്രോണിക് ഐറ്റം നമ്മൾ മേടിച്ച് നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല, അല്ലെങ്കിൽ ഒരു ഭയങ്കര എക്സ്പെൻസീവ് ഐറ്റം ആണെങ്കിൽ നമ്മൾ അതുമൊക്കെ പെട്ടെന്ന് പണിയണ്ട, സർവീസ് ചെയ്യാൻ ആൾ വരും ചെയ്യട്ടെ എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കില്ലേ. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇത് അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഓൾറെഡി കളിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ മോയാനയും പുഷ്പയായിരുന്നു. മോയാനം ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പുഷ്പ എന്നാലും അത്രയ്ക്കൊന്നും ആളൊന്നും ഉണ്ടായിരുന്നില്ല. പുഷ്പ കാണാൻ ഉണ്ടായിരുന്നു, എന്നാലും ആ സിനിമ എല്ലാവർക്കും ദഹിക്കുന്ന ടൈപ്പ് ഒരു പടമൊന്നുമല്ല. അതുകൊണ്ട് ഒക്കെ കൊണ്ടാണ് അവർക്ക് ഷോ ഇടാൻ പറ്റാതെ പോയത്. അതുമാത്രമല്ല, ഈ ഒരു എറർ നിലനിൽക്കെ ഷോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർക്ക് വന്ന് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരെ ബാധിക്കില്ല. അപ്പോൾ അവർ ഇടാതിരുന്ന പിന്നെ വേറെ പ്രശ്നമില്ല. വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ പൈസയും സമയവും നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും ഭേദമല്ല എന്നുള്ള ഒരു മൈൻഡിലാണ് അവർ ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിന് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എറർ ഉണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്യുന്നവരെ അത് പ്രോപ്പറായിട്ട് ആളുടെ സമയവും പൈസയും വില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അടിപൊളി കാര്യം തന്നെയാണ്. ചില തിയേറ്റർ അങ്ങനെ ചെയ്യാറില്ല. ആ എറർ ഉണ്ടാവും, എന്നാൽ കളിച്ചോന്ന് പറഞ്ഞ് കളിക്കും. അവസാനം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ പ്രശ്നമാവും, വെറുതെ ചീത്തപ്പേരാവും, റീഫണ്ട് കൊടുക്കേണ്ട അവസ്ഥയാവും, തർക്കവും ബഹളവും. ഇതങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ എന്തായാലും ലുക്കിംഗ് ഫോർവേഡ് ടു മുഫാസ 3D എന്തായാലും ലിസ്റ്റ് ചെയ്യുമെന്നാണ് അവർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. നാളെ തന്നെ ഈ സംഭവങ്ങൾ കംപ്ലീറ്റ്ലി സോർട്ടഡ് ഔട്ട് ആകും എന്നുള്ള ഒരു രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ ആവട്ടെ, ആ പൂർണ്ണതയിൽ നമുക്ക് മുഫാസ 3D കാണാം. അതിൻ്റെ കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല,
മുഫാസയുടെ DCP വന്നിരിക്കുന്നത് മക്കളെ, ഞാൻ പേഴ്സണലി കണ്ടുകൊണ്ട് പറയാണ്, 4K 3D IMAX കിഡിലൻ DCP ആണ് വന്നിരിക്കുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും, ക്ലാരിറ്റി വൈസ് കിട്ടുമായിരിക്കും. കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിൽ കാണുന്നവർക്ക് 12 ചാനൽ ഓഡിയോയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ മറ്റുള്ള കുറേ ഇടങ്ങളും ഉണ്ട്, അവിടെയൊക്കെ കിടുമായിരിക്കും കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്കും ഒട്ടും കുറവായിരിക്കില്ല. ഈ ഒരു ഓഡിയോ സൈസിന് ഇത് ധാരാളമാണ്. 6 ചാനൽ അഥവാ 5.1 ചാനലിൽ IMAX എന്ന് പറഞ്ഞാൽ ഇനഫ് ആൻഡ് മോറ. അവിടെ പോയി സിനിമ കണ്ട ആൾക്കാരുടെ കമൻറ്റ്സ് നിങ്ങൾ എടുത്ത് നോക്കും. നമ്മുടെ ഇതിന് മുന്നേ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസിൻ്റെ അടിയിലൊക്കെ ധാരാളം കമൻറ്റ് വന്നിട്ടുണ്ട്. റിയലായിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്തവരാ. വേറെ കുറേമാരുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പല സ്ഥലത്ത് ഇരുന്നിട്ട് ചുമ്മാ എക്സ്പീരിയൻസും ചെയ്തിട്ടില്ല, ഇന്നവരെ IMAXിലൊന്നും പിന്നെ പോയിട്ടുമില്ല. അവനാകെ മറ്റേ പൊട്ടക്കിണക്കി കിടക്കണ തവളയുടെ അവസ്ഥയാണ്. വെറുതെ ഇരുന്ന് ഇങ്ങനെ ബ്ലൈൻഡ് ഹെയ്റ്റാണ്, അല്ലാതെ ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കില്ല. ഒരു ഭക്ഷണത്തിനെ പറ്റി അഭിപ്രായം പറയണമെങ്കിൽ അത് മിനിമം കഴിച്ചിരിക്കണം. അതേപോലെ ഒരു സിനിമ തിയേറ്ററെ പറ്റി അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിനിമയെ പറ്റി അഭിപ്രായം പറയണമെങ്കിൽ അത് കണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ഈ തിയേറ്ററിൽ വരാതെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാതെ എങ്ങനെയാണ് അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത്? ഓൺ പേപ്പർ പല കാര്യങ്ങളുണ്ടാവും എന്നും പറഞ്ഞ് അത് എക്സ്പീരിയൻസ് ആയി മാറുമോ? ഇല്ല. ഓൺ പേപ്പറിൽ ഭയങ്കര സെറ്റപ്പ് ആയിട്ടിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേക്കും അത്ര സെറ്റപ്പ് ആയിരിക്കണമെന്നില്ല. ഫോണിൻ്റെ സ്പെക്ക് എടുത്ത് നോക്കിയാൽ മതി, ഭീകര സ്പെക്കൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ വലിയ ഗുണം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഇവിടെ അത്ര ഹൈ എൻഡ് സ്പെക്കിന് ആവശ്യം വരുന്നില്ല. ഇവിടുത്തെ അങ്ങനത്തെ ഒരു ഓഡിയോ സൈസാണ്. 229 സീറ്റും 52 ഇഞ്ച് സ്ക്രീനുള്ളൊരു ഓഡിക്ക് അനുയോജ്യമായ ഒരു സൗണ്ടിങ് പരിപാടിയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. 12 ചാനൽ ഇടാൻ അവർ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇട്ടിരുന്നെങ്കിൽ അപ്പുറത്തെ തിയേറ്ററിൽ തന്നെ ഒന്നും കേൾക്കാൻ പറ്റാതെ ആവും. എനിക്ക് തോന്നുന്നു ഇപ്പോഴേ തന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, അപ്പുറത്തെ തിയേറ്ററിൽ മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള എന്തോ ഒരു സംഭവം കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പുറത്ത് പോയിരുന്നപ്പോഴേക്കും IMAXിൻ്റെ സൗണ്ട് വന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് അപ്പുറത്തെ തിയേറ്ററിൽ പോയിരുന്ന് ആ സൗണ്ട് കേട്ട ശീലമില്ല, എനിക്കറിയാൻ പാടില്ല. ഞാൻ അപ്പുറത്ത് തിയേറ്ററിൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം എനിക്ക് അവിടുത്തെ ഇഷ്ടമുള്ള സ്ക്രീൻ എന്ന് പറഞ്ഞ സ്ക്രീൻ ടു IMAX ആണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള സ്ക്രീനൊക്കെ ഇനി എന്തായാലും ഞാൻ അപ്പോഴും ഞാൻ പറയണം, എൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഒറ്റ നിലപാടാണ്. ബാക്കിയുള്ള സ്ക്രീൻസിൽ ഞാൻ കയറണം എന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും വേറെ ഒരു പടം ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിലോ, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടെങ്കിലും അവർ പുതിയ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്തി ലേസർ ആക്കുകയും ബാക്കിയുള്ള സ്ക്രീൻസൊക്കെ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ അവിടെ പോകുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പൈസയ്ക്ക് മൂല്യം നൽകുന്ന ആളാണ്. ഞാൻ എന്തിനാണ് എനിക്ക് വേറെ നല്ല സ്ക്രീൻസ് അവൈലബിൾ ആയപ്പോൾ ഞാൻ അവിടെ ഒരു എൻ്റെ മനസ്സിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻസിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാനെപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ IMAXിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇവരുടെ IMAX തിയേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കേരളത്തിലിപ്പോൾ ബെസ്റ്റായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുഫാസ എന്തായാലും അവിടെ കാണാൻ പോയിരിക്കും. പക്ഷേ ഞാൻ പോകുന്നത് മിക്കവാറും രാത്രിത്തെ ഷോ ആയിരിക്കും. അതിൻ്റെ കാരണം വേറെ ഒന്നും വെച്ചിട്ടല്ല. രാവിലെ എനിക്ക് മാർക്കുണ്ട്. മാർക്ക് ഞാൻ വനിതയിലാണ് കാണുന്നത്. അതിനുശേഷം ഞാൻ മുഫാസ കാണും. പക്ഷേ എനിക്ക് PXL ഒന്ന് കാണണം. PXL കണ്ടതിന് ശേഷമേ ഞാൻ IMAXിൽ കാണുന്നുള്ളൂ. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. PXL തീരെ ബുക്കിംഗ് ഇല്ല. അതൊരു റിയാലിറ്റിയാണ്. ഞാൻ നോക്കിയപ്പോഴേക്കും തീരെ ബുക്കിംഗ് ഇല്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. തീരെ ബുക്കിംഗ് ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നുള്ള അടുത്ത ദിവസം PXLകാർ അവിടെ മുഫാസ ഇടും എന്നുള്ള, മിക്കവാറും മാർക്കോ സ്ക്രീൻ കൊണ്ടുപോകുന്ന ലക്ഷണമാണ് സെക്കൻഡ് ഡേ. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പോയി PXL കാണാം, അല്ലെങ്കിൽ ആ അവസരം മിസ്സാവും. എന്നിട്ട് വേണം എനിക്ക് PXLും IMAXും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാനായിട്ട്. കണ്ടാലല്ലേ കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം എന്തായാലും PXLിൽ പോയിട്ടാണ് കാണുന്നത്. അതിനുശേഷം രാത്രി എനിക്ക് എന്തായാലും അമ്മേനെയൊക്കെ ഒന്ന് IMAXിൽ കൊണ്ട് കാണിക്കണമെന്നുണ്ട്. അതുകൊണ്ട് അമ്മയും അനുഭവം ഒക്കെ ആയിട്ട് രാത്രി ഞാൻ പോകുള്ളൂ. കാരണം രാവിലെ അനുഭവയ്ക്ക് ഓബ്വിയസ്ലി കട തുറക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന അനുഭവം ഇപ്പോൾ ഒരു ഓൺട്രപ്രണറാണ്, ഒരു കട സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അനുഭവം അതിനകത്ത് ബിസി ആയതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബിലൊന്നും അങ്ങനെ വീഡിയോ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ കടയുടെ ആസ്പദമായ പല കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് അനുഭവം തിരിച്ചു വരുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്നത്തേക്കാവുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അനുഭവം അപ്പോൾ രാവിലെയൊക്കെ ബിസിയാണ്. ഇപ്പോൾ രാവിലത്തെ ഷോസിനൊന്നും അതുകൊണ്ട് അനുഭവം ഉണ്ടാവില്ല. അപ്പോൾ രാത്രി അമ്മ അനുഭവമായിട്ട് ഇനി അങ്ങനെ പോകാമെന്നുള്ള മൈൻഡിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ IMAXിൽ തീർച്ചയായിട്ടും രാത്രി ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ തൊട്ടടുത്ത ദിവസമായിരിക്കും വരുന്നത്. ആദ്യത്തെ ദിവസം ഞാൻ PXL കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. PXLും ഫുൾ സ്ക്രീൻ ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആക്ച്വലി PXL ഒരു തരി പോലും ബ്ലാക്ക് ബാർ ഇല്ലാതെ നല്ല കിഡിലായിട്ട് ഫിറ്റ് ചെയ്തായിരിക്കും കാണാൻ പറ്റുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇതിൻ്റെ സിനിമയുടെ റേഷ്യോ കുറച്ച് ഡിഫറൻ്റ് ആണ്. IMAX റേഷ്യോ എന്നൊരു ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ IMAXിൽ എനിക്ക് തോന്നുന്നത് രണ്ട് സൈഡിലും വളരെ തിന്നായിട്ടുള്ള, അത് കാണാൻ പോലും ചിലപ്പോൾ പറ്റില്ല, അത്രയും തിന്നായിട്ടുള്ള ഒരു ബ്ലാക്ക് ബാർ ഉണ്ടാവുമെന്നാണ് എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കാരണം ഇത്
പക്കായ 1.90:1 റേഷ്യോയിലല്ല ഈ പടം എന്ന് തോന്നുന്നുണ്ട്. എന്തോ അതിങ്ങനെ പലയിടത്തും പല ഇൻഫർമേഷൻ, അതുകൊണ്ട് എനിക്കത് കൺഫേം ചെയ്ത് പറയാൻ പറ്റാത്തത്. എന്തായാലും നിങ്ങൾ ഐമാക്സിൽ കാണുമെന്ന് വിചാരിച്ചവർ വിഷമിക്കേണ്ട, പടം എന്തായാലും ഐമാക്സിൽ വരും. അത് കൊച്ചിയിൽ എന്തായാലും ഐമാക്സ് പടം വരുമ്പോഴേക്കും കുറേ ദിവസത്തേക്കും ഉണ്ടാവും. ഐമാക്സ് എന്ന് പറഞ്ഞാൽ മിനിമം ഇത്ര ദിവസമൊക്കെ ഷോസ് റൺ ചെയ്യണമെന്നുണ്ട്. PXL പോലെയൊന്നുമില്ല. PXL എന്താ കുഴപ്പമൊന്നും, അവർക്ക് തോന്നിയ പോലെയൊക്കെ അവർ ഷോസ് മാറ്റിക്കളയും. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പോയി PXL കാണണം, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ PXL ലയൺ കിങ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം PXL പോയി കാണുന്നത്. PXL ടിക്കറ്റ് റേറ്റ് ഞാൻ ഈ പടത്തിന് നോക്കിയപ്പോൾ 280 രൂപയാണ്. അതും കൂടി കൊണ്ടാണെന്നുകൊണ്ട് കുറേ പേര് ബുക്ക് ചെയ്യാത്ത, കാരണം അത്രയും ഹൈ പ്രൈസിൽ ആൾക്കാർ നോക്കുമ്പോൾ ഓക്കെ. മറ്റേടത്ത് ഐമാക്സിൽ മൂവാന പ്ലേ ചെയ്തത് 340 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. അപ്പോൾ അന്ന് അവിടെ പോയാൽ പോരെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആൾക്കാർക്ക് ഇപ്പോൾ വന്നു എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെയാണ് ഫീൽ ആയത്, ഞാനത് പറയുന്നു എന്നുള്ളത്. എന്തായാലും PXL ഈ 280 റുപ്പീസ് പ്രൈസിങ് അത്ര സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാനുള്ളത്. അത് പണ്ടൊക്കെ 200 240 കിടന്നിരുന്ന സാധനമാണ് ഈ 280 എടുത്തിടുമ്പോൾ ആൾക്കാർക്ക് അത് അഫോർഡബിൾ അല്ല എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കിപ്പോൾ ഉണ്ട്. കാരണം നിങ്ങൾ കോമ്പറ്റീറ്റീവ്ലി വേണം പ്രൈസ് ചെയ്യാൻ. ഓൾറെഡി ഇപ്പോൾ ഒരു ഐമാക്സ് വന്നിട്ടുണ്ടേ, അല്ലെങ്കിൽ നിങ്ങളൊരു ഐമാക്സ് കൊണ്ടുവരിക. ഐമാക്സും PXL തമ്മിൽ ഈവൻ ഒരു വേർതി കമ്പാരിസൺ പോലും അല്ല. ഐമാക്സ് ആൻഡ് PXL എന്താണ് ഒരു ലോവർ എൻഡ് ടേക്ക് ഓഫ് ഐമാക്സ് എന്നേ പറയാൻ പറ്റുള്ളൂ ഒരു വിധത്തിൽ പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഐമാക്സിൻ്റെ ലെവൽ ഓഫ് പ്രൈസിങ്ങിൽ അല്ലെങ്കിൽ അങ്ങനത്തെ രീതി പ്രൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾ ഒരു 220 രൂപയൊക്കെ ടിക്കറ്റ് ഇടണമെങ്കിൽ പിന്നെ ആൾക്കാർ കൂടുതൽ ബുക്ക് ചെയ്ത് തന്നെ. 280 രൂപ എന്ന് പറയുമ്പോഴാണ് ആൾക്കാർക്ക് ഭയങ്കര മടി ബുക്ക് ചെയ്യാൻ. ഞാൻ എന്തായാലും നിങ്ങളിവിടെ ഒന്ന് കാണുന്നുണ്ട്, കാരണം എനിക്ക് ആ എക്സ്പീരിയൻസ് അറിഞ്ഞിരുന്നാലേ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ വർതി കമ്പാരിസൺ. ഒന്നൊരു മോറിസ് ഗറാജിൻ്റെ ഇലക്ട്രിക് കാറാണെങ്കിൽ മറ്റേതൊരു ഫെറാറിയാണ്. അപ്പോൾ അത് അങ്ങനെ കമ്പയർ ചെയ്യാൻ അത്ര സെറ്റല്ല. പക്ഷേ രണ്ടും PLF സ്ക്രീൻ ആയതുകൊണ്ടും രണ്ടും ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ആയതുകൊണ്ടും രണ്ടിടത്തും ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് എങ്ങനെയുണ്ട് ആ അനുഭവം എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരേ സിനിമ ഞാൻ കണ്ടു നോക്കാൻ പോകണേ. കാരണം ഒരു സിനിമ കണ്ടാലേ നമുക്ക് അത് കൃത്യമായിട്ട് അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. എന്തായാലും അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട, ബുക്ക് മൈ ഷോ എടുത്ത് വെച്ചോ. സംഭവം കുറച്ച് ദിവസത്തിനുള്ളിൽ വിത്തിൻ 2 days, നാളെ അവർ പറഞ്ഞിരിക്കുന്നത് നാളെ കഴിഞ്ഞിട്ട് സംഭവം റെഡിയാവുന്നതാണ്. അപ്പോൾ നാളെ കഴിഞ്ഞിട്ടോ സംഭവങ്ങൾ വരും. എന്തായാലും ഇനിയൊരു ദിവസം ഉണ്ട്. അപ്പോൾ 20-ാം തീയതി ആണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടിക്കറ്റ് അവിടെ കിട്ടും, എന്തായാലും വരും. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും കൂടി എനിക്ക് ഈ റിപ്ലൈ ആക്കിയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ പണിയൊന്നുമല്ല. കാരണം ഞാനിപ്പോൾ കുറച്ചധികം തിരക്കിലാണ്, പേഴ്സണലായിട്ട് കുറച്ച് പരിപാടികൾ ചെയ്യണമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ ആക്കിയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് ഇതാകുമ്പോൾ കുഴപ്പമില്ല, കാര്യങ്ങൾ മൊത്തം പറഞ്ഞിട്ട് ഒരു ലിങ്ക് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ എല്ലാവർക്കും കാര്യം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. എനിവേസ് ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉള്ളതുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ വന്ന് ഞാൻ പറയാം. ഇത് കൂടാതെ 3D ഗ്ലാസ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കണമെന്നതിൻ്റെ ഒരു വീഡിയോ നാളെ ഞാൻ ഇടുന്നുണ്ടാവും. അതൊന്ന് കണ്ടു നോക്കുക. അത് നിങ്ങൾ കൃത്യമായിട്ടത് കണ്ടിരിക്കണമെന്ന് ഞാൻ പറയും. നിങ്ങൾ പൈസ കൊടുത്ത് എസ്പെഷ്യലി 3D ഗ്ലാസ് അല്ലെങ്കിൽ 3D മൂവിക്ക് വേണ്ടി എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് സിനിമ കാണാൻ പോകുന്നവരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യാം. ഓൾറെഡി എൻ്റെ ഫ്രണ്ട് രാഹുൽ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഇത് കൂടാതെ ഞാൻ നാളെ വേറെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി കണ്ടു നോക്കാം. എനിക്ക് സമയക്കുറവ് മൂലം ചെയ്യാൻ പറ്റാൻ രാഹുൽ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടുണ്ട്. ആ വീഡിയോ ഞാൻ അടിയിൽ ലിങ്ക് ചെയ്തേക്കാം. രാഹുൽ നന്നായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് ഞാൻ തീർച്ചയായിട്ടും നാളെ വേറെ വീഡിയോ ഇട്ടേക്കാം. അതും കണ്ടു നോക്കാം. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ ഐമാക്സിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംഭവം സോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫുൾ പവറിൽ തിരിച്ചു വരും. നിങ്ങൾ ഒരു കാരണവശാലും മുഫാസ മിസ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഐമാക്സ് 3D സിനിമയും കൂടിയാണ്, ഫുൾ സ്ക്രീനാണ്. അപ്പോൾ ദി ബെസ്റ്റ് മൂവി ദിസ് ഇയർ, അതും ഈ അവസാനം ഈ 2025 ആവണേ മുന്നേ, 2024 തീരണേ മുന്നേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പടം അതായിരിക്കും. ഇനി 25 കണ്ടമാനം ഫുൾ സ്ക്രീൻ പടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് ഡോണ്ട് മിസ് മുഫാസ ലയൺ കിങ് 3D. അത് കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അതും അത്രയും ടോപ്പ് DCP വരുന്നതുകൊണ്ടാണ്. ഡിസ്നിയുടെ കാര്യം ബാക്കിയുള്ളതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ എത്രത്തോളം നല്ല DCP ഒക്കെ വേറെ വരും എന്നുള്ളത്. ഇതോടെ വന്നിരിക്കുന്നതുകൊണ്ടും അത് ഞാൻ കണ്ടിരിക്കുന്നതുകൊണ്ടും പറയാനാണ് നിങ്ങൾ ഈ സിനിമ ഐമാക്സ് മിക്സ് ചെയ്യല്ലേ. ഐമാക്സ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഐമാക്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം വേണം നിങ്ങൾ. സിനിപോളിസ് ആയാലും ശരി, അല്ലെങ്കിൽ PVR ട്രിവാൻഡ്രം ആയാലും ശരി കാണാൻ. പക്ഷേ PVR ട്രിവാൻഡ്രത്ത് 4K ഔട്ട്പുട്ട് കിട്ടില്ല, 4K 3D ഔട്ട്പുട്ട് കിട്ടില്ല. 2Dയിൽ കിട്ടും, പക്ഷേ 3D അല്ല, 2Dയിലും കിട്ടില്ല. അവിടെ ഇപ്പോഴും ഓർത്തത് അവിടെ 2K സെനോൺ ആണല്ലോ. സോറി മൈ ഗേസ്, അത് ഞാൻ എന്താ പറയുക, കളിയാക്കാൻ വേണ്ടി പറയണമല്ല, കാര്യമായിട്ട് പറയാം. അവിടെ 2K പ്രൊജക്ഷൻ ആണുള്ളത്. അപ്പോൾ അവിടെ 4K ഔട്ട്പുട്ട് പ്ലേ ആവില്ലല്ലോ, എന്ത് ചെയ്യാനാ. എന്തായാലും അപ്പോൾ ബെസ്റ്റ് പ്ലേസ് ടു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ നമ്മുടെ കൊച്ചി സിനിപോളിസാണ്.
മറ്റേ തമിഴ്നാട് ഏരിയയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രോഡ്വേ ആണ്. ബ്രോഡ്വേയിൽ ഈ പ്രിൻ്റെ പൂർണ്ണതയെ കാണാൻ പറ്റും. അതുപോലെ സെലക്ട് സിറ്റി വാക്കിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. PVR ഐക്കോണിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. വേറെ കുറേ ലേസർ വെന്യൂസ് ഉണ്ട് വിത്ത് 12 ചാനൽ. അവിടെയൊക്കെ അടിപൊളിയായിട്ട് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും 3Dയിൽ. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ IMAX വിത്ത് ലേസർ തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. അത് 3D ഗ്ലാസസും 3D സിനിമയെ പറ്റിയുള്ള വീഡിയോ ആണ്. നിങ്ങൾ മറക്കരുത് അത് കാണാൻ. അത് സിനിമ കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. അത് ഇതിനകത്ത് പറയാൻ പോയാൽ വലിയൊരു വീഡിയോ ആയി മാറും. അതുകൊണ്ടാണ് അത് പറയാത്തത്. ഈ ഇൻഫർമേഷൻ മാത്രം കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നാളെ വേറെ വീഡിയോ ഇട്ടണം. ബൈ ബൈ.